പുനർചങ്ങന്മാരെ ഇന്ന് റമദാൻ 17 ബദരീങ്ങളെ ആണ്ട് നേർച്ചയാണ്. ഈ പ്രവാസ ജീവിതം തുടങ്ങിയതിനു ശേഷം ബദരീങ്ങളെ ആണ്ട് നേർച്ച നമ്മൾ കൂടിയിട്ടില്ല. ഒരുപാട് കാലത്തിന്റെ ഇന്ന് ബദരീങ്ങളെ ആണ്ടിന് പോവാണ്. പ്രവാസ ജീവിതം തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്തിന്. 15 വർഷത്തിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പൊ കൂടുന്നത്. അവിടേക്കാണ് ചെന്നപ്പോൾ നമ്മളെക്കാട്ടി വലിയ ബ്ലോഗർമാര് ജിന്നും ടീമൊക്കെ അവിടെ വീഡിയോ എടുക്കുകയാണ്. നേരെ അങ്ങോട്ട് ചെന്നപ്പോൾ ജലീൽ അവിടെ, പിന്നെ സാപ്പിനെ കണ്ട, പിന്നെ പോത്തർച്ച് ബെളമ്പിനോർത്ത് നമ്മളൊന്ന് പോയി, പിന്നെ ജലീൽ അവിടുന്ന് വരേണ്ട ആൻസർ ആട് ലേലം വിളിച്ചാൻ അവിടെ വെച്ചിക്കണ്. അങ്ങനെ നമ്മളും കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളോട് പറയാൻ, അങ്ങനെ കൈയൊക്കെ ഒന്ന് തുടച്ച് പാക്കറ്റൊക്കെ ആക്കി. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഈ കൂടുന്നത്. സക്കീറും ഇസ്മായിലും അനസും ഇനി അവിടെ ആരൊക്കെ ഉണ്ട്, എല്ലാം നമ്മളെ നാട്ടുകാരെയും കണ്ട് ഒരുപാട് കാലമായി നമ്മൾ ഈ പരിപാടി കൂടിയിട്ട്. ജിന്നൊക്കെ ഭയങ്കര വളമ്പെല്ലാണ്. ഈ പോത്തർച്ചിൻ്റെ രസമുണ്ടല്ലോ, അത് തിന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അതൊരു വേറെ ലെവലേനാണ്. മദ്രസിലെ പോത്ത് വരട്ടിയതും പത്തിരിയും നെയ്ച്ചോറും റമദാൻ മാസങ്ങളെ കൊതിപ്പിക്കല്ല, എന്നാലും അതിൻ്റെ ഒരു ലെവൽ നമ്മൾ പ്രവാസികളായ ആൾക്കാർക്ക് ഒരുപാട് അറിയാം. അതൊരു വേറെ ലെവലേനാണ് മക്കളെ. അങ്ങനെ മാഷാ അല്ലാ ഈ പ്രാവശ്യം നമ്മൾ ബദരീങ്ങളെ ആണ്ട് കൂടി ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം കൂടുകയാണ്. ഇനി ഇൻഷാ അല്ലാ അടുത്ത വർഷം വിധി ഉണ്ടെങ്കിൽ പടച്ച റബ്ബ് നമുക്ക് ആയുസ് തന്നിക്കണ നമ്മൾ കൂടും. ഒരുപാട് ചെറുപ്പം മുതലേ നമ്മൾ ആഗ്രഹിക്കുന്ന ഓരോ സംഗതികളാണ്. പ്രവാസം തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ ഒരുപാട് മിസ്സിങ് ആയിരുന്നു. അങ്ങനെ ചെമ്പൊക്കെ വടിച്ചെടുത്ത് ഏതായിരുന്നൊരു ടേസ്റ്റ്. അങ്ങനെ സാധനമൊക്കെ കിട്ടി വീട്ടിൽ കൊടന്ന് വെച്ച് മൗലൂദൊക്കെ കഴിഞ്ഞ് മൗലൂദൊക്കെ ഓതി വീട്ടിൽ കൊടന്ന് വെച്ച് അടുത്ത ചെമ്പും പൊട്ടിച്ച് പത്തിരി ഇങ്ങോട്ട് പറയാൻ തിന്ന് കഴിഞ്ഞതിൻ്റെ രസമാണ് നമുക്കൊരു റാഹത്തായത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.